കെ.ടി. ജലീൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണത്തിൽ എനിക്കൊരു സംശയം തോന്നി. ഇപ്പോൾ പി.കെ. ഫിറോസിന്റെ ജോബ് കാർഡൊക്കെ അതിന്റെ തെളിവുകളൊക്കെ വന്നു, അവിടെ ജോബ് കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു. മൂന്നാളുകളെ ഒരു കമ്പനി അവിടെ പ്രവർത്തിക്കുകയാണ്, വിർച്വൽ ആയിട്ടാണ് ആ കമ്പനി എന്ന് തോന്നുന്നു. അവിടെ അതിന് ഒരു ഓഫീസ് ഒന്നുമില്ല, വിർച്വൽ ആയിട്ടൊക്കെ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയും, അതിലൊരു സംശയമില്ല. പക്ഷെ ഇത് കേറ്ററിംഗ് സർവീസ് അല്ലേ? കേറ്ററിംഗ് സർവീസിന് ഈ ഫുഡൊക്കെ നൽകണമെങ്കിൽ എവിടെയെങ്കിലും ഒരു കെട്ടിടം വേണ്ടേ? 3 പേരാണ്, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, മറ്റെന്തോ മാനേജർ. ഈ 3 മാനേജർമാരെ കൊണ്ട് എങ്ങനെയാണ് ഈ കേറ്ററിംഗ് സർവീസ് നടത്താൻ? മിനിമം ഈ ഫുഡ് പാക്ക് ചെയ്യാനൊക്കെ ഒരാൾ വേണ്ടേ? ഇതില്ലെങ്കിൽ ഇത് വാങ്ങുന്നു കൊടുക്കുന്നു അതിനൊന്നും ഒരാളില്ലാതെ ഈ 3 പേരെ കൊണ്ട് മാത്രം എങ്ങനെയാണ് പി.കെ. ഫിറോസ് മറ്റു 2 പേരും കൂടി ചേർന്ന് അവിടെ ഒരു കമ്പനി നടത്തിയതെന്ന ചോദ്യമുണ്ട്. എന്തായാലും ഈ പോര് മുറുകുക തന്നെയാണ്. ജലീലിന്റെ മറുപടി നൽകാൻ വേണ്ടി ഇന്ന് പി.കെ. ഫിറോസിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ജലീലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വൈകിട്ട് 3 മണിക്കായിരിക്കും വാർത്താ സമ്മേളനം. മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് അത് സീസൺ 1 ആണ്. MLA സ്ഥാനം രാജിവെപ്പിക്കുന്ന സീസൺ 2 യൂത്ത് ലീഗ് ആരംഭിക്കുമെന്നുള്ളതാണ് ഫിറോസിന്റെ വെല്ലുവിളി. ഈ അല്പനോട് പറയട്ടെ, ഇഡിയിലല്ല, വിജിലൻസിലല്ല, CBIക്ക് പരാതി കൊടുത്താലും ഈ രോമത്തിൽ പോലും ഒരു പോകൽ. എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നിന്നല്ലടോ, AKG സെന്ററിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ അല്പം പ്രസംഗിച്ചു പോയി. ആ അല്പനെ മന്ത്രി കസേരയിൽ നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. അത് സീസൺ 1. മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് സീസൺ 1. നാളെ സീസൺ 2 ആരംഭിക്കാൻ പോവുകയാണ്. MLA സ്ഥാനത്ത് നിന്നും കുറച്ച് താഴെ ഇടാനുള്ള എല്ലാ ആയുധവും സംഭരിച്ചിട്ടാണ് നമ്മൾ പോരിനിറങ്ങിയിട്ടുള്ളത്. അരുൺ അമൃതാഥ് നമുക്കിപ്പം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് പി.കെ. ഫിറോസ് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ ദിവസമാണ്. ഈ വിഷയത്തിൽ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഈ മലയാളം സർവകലാശാലയിലെ ഭൂമി തരമാറ്റം, അതുമായി ബന്ധപ്പെട്ട് അവിടേക്കൊക്കെ പോകും, യൂത്ത് ലീഗിന്റെ വലിയൊരു പട തന്നെ അവിടേക്കൊക്കെ പോകും, പരിശോധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ ആയിരിക്കുമോ ഇന്നും? അതായത് ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന് പറഞ്ഞ പോലെ ആ രീതി തന്നെ പി.കെ. ഫിറോസ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കെ.ടി. ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു പ്രത്യാക്രമണം നടത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പി.കെ. ഫിറോസും യൂത്ത് ലീഗും എത്തിയിരിക്കുകയാണ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാണ് ഇന്ന് വൈകിട്ട് തിരൂർ തുഞ്ചംപറമ്പിലെത്തി മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഫിറോസ് ഉന്നയിച്ചിരുന്നു. അവിടെ നേരിട്ടെത്തിക്കൊണ്ടാണ് പി.കെ. ഫിറോസും യൂത്ത് ലീഗ് പ്രവർത്തകരും അതിന് മറുപടി പറയാനായി ഒരു വാർത്താ സമ്മേളനം കൂടി വിളിച്ചിരിക്കുന്നത് ഇന്ന് 3 മണിക്ക് എന്നുള്ളതാണ്. അതായത് ജലീൽ നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ഘട്ടത്തിലായിരുന്നു കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പി.കെ. ഫിറോസ് ഇങ്ങനെ ഒരു ആരോപണം ജലീലിനെതിരെ ഉന്നയിക്കുന്നത്. അതായത് മലയാള സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത്. അതിന്റെ കൂടുതൽ വ്യക്തതയൊന്നും, കൂടുതൽ തെളിവുകളോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളോ ഒന്നും അന്ന് പുറത്തു വിട്ടിരുന്നില്ല. അപ്പോൾ അത് വിശദമായി തന്നെ പുറത്തു വിട്ടുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഫിറോസ് രംഗത്തെത്തുകയാണ്. അത് ലെവൽ 2 എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സീസൺ 2 എന്ന് പറയുകയാണ്. മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച പോലെ ഇനി ലക്ഷ്യം MLA സ്ഥാനം എന്ന് പറയുന്നു. ആ രീതിയിൽ പോരിലേക്ക് പോവുകയാണ്. അപ്പോഴും അവിടെ ജലീൽ ഉന്നയിച്ച നിരവധിയായ ആരോപണങ്ങൾ ബാക്കിയാവുകയാണ്. അതിന് ലീഗ് നേതൃത്വമൊന്നും വ്യക്തമായ ഒരു ഇടപെടൽ നടത്തിയില്ല, അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്രതിരോധം നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും ഉണ്ടായില്ല. ഫിറോസ് തന്നെ പ്രതികരിക്കട്ടെ എന്നതിലേക്ക് ലീഗും കൂടി എത്തുന്നു എന്നതിന്റെ തെളിവായി തന്നെയാണ് ഫിറോസ് നേരിട്ട് ഇറങ്ങുകയാണ്. ഒപ്പം തന്നെ യൂത്ത് ലീഗിന്റെ പിന്തുണയുമുണ്ട്. നേരത്തെ നമ്മൾ ജലീൽ മന്ത്രിയായിരിക്കുമ്പോൾ കണ്ട പോലെ അത്തരത്തിലൊരു പോരാട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്തായാലും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിവരങ്ങൾ നൽകിയത് എന്തായാലും വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. തെളിവുകൾ നിരത്തിയാണ് കെ.ടി. ജലീലിന്റെ ആരോപണങ്ങൾ വന്നത്. പി.കെ. ഫിറോസ് ഇന്ന് എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്.